അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയി ബിഹിമാരിൻ, ഒരു കഴുതയുടെ അടുക്കലൂടെ. കത് ഉസീമ ഫി വജീഹി, അതിൻ്റെ മുഖത്ത് ചാപ്പ കുത്തിയിരുന്നു. തുദ്ഹിനു മൻഹിറ, അതിൻ്റെ മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളിലും ഇരുമ്പ് പഴുപ്പിച്ചിട്ട് പുക പിടിച്ചിരുന്നു എന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മൻ ഫഅല ഹാദാ, ആരാണ് ഈ മൃഗത്തോട് ഇത് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. ലാ യസീമന്ന അഹദുനിൽ വജ്ഹ്, മുഖത്ത് ചാപ്പ കുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മൃഗത്തിൻ്റെയും മുഖത്ത് ചാപ്പ കുത്തരുത്. ലാ യദ്രിബന്ന അഹദുനിൽ വജ്ഹ്, മുഖത്ത് അടിക്കുകയും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മൃഗങ്ങളോട് പോലും കാണിക്കുന്ന കാരുണ്യം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ കാണുകയാണ്, ഒരാൾ ആടിനെ ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് അതിനെ അറക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആട്ടുംകുട്ടി ഇങ്ങനെ പേടിച്ചാരണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ, അഫല കബല ഹാദാ, നിനക്ക്, അയാളിങ്ങനെ കത്തി മൂർച്ച കൂട്ടുക. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറയാം, നിനക്ക് ഈ കത്തി കുറച്ച് മുന്നേ മൂർച്ച കൂട്ടിക്കൂടായിരുന്നോ? അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ ഇങ്ങനെ കത്തി മൂർച്ച കൂട്ടണോ? അവ തുരീദു അൻ തുമീതഹ മറത്തൈൻ, അതിനെ 2 പ്രാവശ്യം 2 വട്ടം കൊല്ലുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. ഒന്ന്, ആ കത്തി മൂർച്ച കൂട്ടുമ്പോൾ അതിനങ്ങനെ അറക്കാൻ വേണ്ടി കടത്തിയ സമയത്ത് തന്നെ അത് പേടിച്ചിക്കണ്, അത് മരണത്തെ പേടിക്കുകയാണ്. രണ്ടാമതായിട്ട് ആ കത്തി മൂർച്ച കൂട്ടുന്ന സമയത്ത് അതിൻ്റെ കണ്ണിലൂടെ മരണത്തിൻ്റെ ഭയം എരച്ച് കയറുന്നുണ്ട്. മൂന്നാമതായിട്ട് അതിനെ യഥാർത്ഥമായി മരിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ മൂർച്ചയുള്ള കത്തി കൊണ്ട് പെട്ടെന്ന് തന്നെ തീർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടും. അതൊക്കെ വളരെ കാരുണ്യത്തോടു കൂടി ചെയ്യണമെന്നാണ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്.